അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് കോഡ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഓഫ് ടാൻജൻസ് ഫ്രം എ പോയിന്റ് x1 y1 ടു ദ പരാബോള y² = 4ax. അപ്പം y² = 4ax എന്ന് പറഞ്ഞ ഒരു പരാബോളയുണ്ട്, ഒരു പോയിന്റ് ഉണ്ട് x1 y1. അവിടുന്ന് രണ്ട് ടാൻജൻറ്റ് വരയ്ക്കുകയെന്ന് നമുക്കറിയാം. അവിടുന്ന് വരയ്ക്കുന്ന ഒരു ടാൻജൻറ്റ് ഇതും മറ്റൊരു ടാൻജൻറ്റ് ഇതും. അപ്പോൾ ആ ടാൻജൻസ് പരാബോളയിൽ ഓരോ പോയിന്റ് ടച്ച് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് x2 y2ലും x3 y3ലും ടച്ച് ചെയ്തു. അതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈന് കോഡ്, അതിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ് ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കോഡ്, അതാണ് ഇക്വേഷൻ ഓഫ് കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഓഫ് ടാൻജൻസ് ഫ്രം എ പോയിന്റ് ടു ദ പരാബോള. അപ്പം x1 y1 എന്ന് പറഞ്ഞ പോയിന്റ് പി, പിന്നെ രണ്ട് ടാൻജൻസ് പി ക്യൂവും പി ആറും. ഈ ക്യു ആർ എന്ന് പറയുന്നതാണ് അവിടുത്തെ കോഡ് ഓഫ് കോണ്ടാക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് x2 y2, ആർ എന്ന് പറഞ്ഞ പോയിന്റ് x3 y3 ആണെന്ന് വിചാരിച്ചു. ഇനി നമ്മുടെ പി ക്യൂ ഇതൊരു ടാൻജൻ്റ് ആയതുകൊണ്ട് ഇക്വേഷൻ എന്തുവാ? y2 = 2a × x + x2. ഇനി ഈ ടാൻജൻറ്റ് രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനല്ലേ. അപ്പം ഈ x1 y1 ഇതിനകത്തുണ്ട്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് x1 എന്നും വൈയുടെ സ്ഥാനത്ത് y1 എന്നും ഇട്ട് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഈ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ y3 = 2a × x + x3. ആ ടാൻജൻറ്റിലെ ഒരു പോയിൻ്റാണ് x1 y1. അപ്പോൾ ഇതിനകത്ത് വൈയുടെ സ്ഥാനത്ത് y1 എന്നും എക്സിൻ്റെ സ്ഥാനത്ത് x1 എന്നും ഇട്ട് കൊടുത്ത് കിട്ടി. ഇനി ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ദ ഇക്വേഷൻ y1 = 2a × x + x1. ദിസ് ഈസ് എ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ഇൻ x ആൻഡ് y. അതായത് ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ്. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്തുവാ? ഈ ലൈനിൻ്റെ പ്രത്യേകത x2 y2 x3 y3 ആ ലൈനിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ട് ആ ഇക്വേഷൻ y1 = 2a × x + x1 represent the code passing through the points x2 y2 and x3 y3. Okay, അടുത്ത to find the equation of the chord of the parabola y² = 4ax having x1 y1 as its middle point. അപ്പോൾ ഒരു പരാബോളയുണ്ട്, x1 y1 മിഡിൽ പോയിന്റ് ആകുന്ന രീതിയിൽ ഒരു കോഡ് വരച്ചാൽ അതിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ പി ക്യു ആണ് കോഡ്, അതിൻ്റെ മിഡ് പോയിന്റ് ആണ് x1 y1 എന്ന് വിചാരിച്ചു. ലെറ്റ് ഇറ്റ് മേക്ക് ആൻ ആംഗിൾ തീറ്റ വിത്ത് എക്സ് ആക്സിസ് ആണ് എങ്കിൽ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട് x - x1 cos θ = y - y1 sin θ = r. അതായത് x എന്ന് പറയുന്നത് x1 + r cos θയും y എന്ന് പറയുന്നത് y1 + r sin θയും. അപ്പോൾ ഏതൊരു പോയിന്റ് എക്സ് വൈയും ഇങ്ങനെ എഴുതാം. ഇനി നമ്മുടെ y² = 4axലെ പോയിൻ്റാണ് എക്സ് വൈ എന്നതുകൊണ്ട് തന്നെ എക്സിൻ്റെ സ്ഥാനത്ത് ഇതും വൈയുടെ സ്ഥാനത്തും ഇതും ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരെണ്ണം കിട്ടും. ഇനി ഈ കോഡ് പിനെ ക്യൂനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, therefore RP and RQ are the root of the quadratic equation. ഇത് R മിഡ് പോയിന്റ് ആണ്. അപ്പോൾ RP RQയും ഈക്വൽ ആണ്, പക്ഷേ ഓപ്പോസിറ്റ് സൈൻ ആണ്. അതുകൊണ്ട് അതിൻ്റെ സം ഓഫ് റൂട്ട് 0 ആണ്. അപ്പോൾ സം ഓഫ് റൂട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സം ഓഫ് റൂട്ട് എന്തോ -b/a അല്ലേ. അപ്പോൾ എന്താ പറയുക, 2 × y1 sin θ - 2a cos θ എന്ന് പറയുന്നത് 0. അതായത് y1 sin θ എന്ന് പറയുന്നത് 2a cos θ ആണ്. ഇനി നമ്മുടെ ആ ഇക്വേഷനിൽ നിന്ന് തീറ്റ എലിമിനേറ്റ് ചെയ്യും. അതായത് ഈ ഇക്വേഷൻ വെച്ച്. അപ്പോൾ sin θ/cos θയുടെ സ്ഥാനത്ത്
ഇതില്ലേ എൻ്റെ സ്ഥാനത്ത് 2a/y1. അപ്പോൾ 2a/y1 ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടുന്നു. ഇതെന്ന് വെച്ചാൽ എന്തോ ടാൻജൻറ്റിൻ്റെ ആയിരുന്നു, ഇത് പരാബോളയുടെ ഇക്വേഷൻ പോലെ. അപ്പോൾ T1 = S1 എന്ന് പറയാം. ഓക്കെ, പഠിക്കാനുള്ള എളുപ്പത്തിന് T1 = S1 എന്ന് പറയാം. അടുത്തത് ഇക്വേഷൻ ഓഫ് ദ കോഡ്സ്, അതായത് കോഡ്സ് ഓഫ് എ parabola are drawn from a fixed point, show that the locus of the midpoints is another parabola. അപ്പം നമ്മൾ ഒരു പരാബോളയ്ക്കകത്ത് കുറേ കോഡ്സ് വരച്ചു, അതിൻ്റെ മിഡ് പോയിൻറ്റുകളെല്ലാം മാർക്ക് ചെയ്തു, അതൊരു പരാബോളയാകുന്നു. അപ്പം നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ y² = 4ax, ഒരു ഫിക്സഡ് പോയിൻറ്റിൽ നിന്ന് വരയ്ക്കുന്ന കോഡ്സ് എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പം ഇതൊരു ഫിക്സഡ് പോയിൻ്റാണ്, അവിടെ നിന്ന് ഇങ്ങനെ പല 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 കോഡ് വരച്ചാൽ അതിൻ്റെ മിഡ് പോയിൻറ്റുകൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചാൽ ഒരു പരാബോളയാവും. ഫിക്സഡ് പോയിൻ്റ് HK. അപ്പം മിഡ് പോയിൻ്റ്, അതിലെ ഒരു കോഡിൻ്റെ മിഡ് പോയിൻ്റ് x1 y1 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ x1 y1 മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ മിഡ് പോയിൻ്റ് ആവുന്ന ഇക്വേഷൻ ഇതല്ലേ, y1 - 2a × x + x1 = y1² - 4ax1 അങ്ങനെ എഴുതുന്നു. ദാറ്റ് ഈസ്, ഇനി ഇവിടെ ചെയ്യുമ്പോൾ 2ax1 ഒക്കെ ഇല്ലേ, അത് അപ്പുറത്ത് പോകുമ്പം ഈ ഇക്വേഷൻ കിട്ടുന്നു. ഇനി HK കൂടെ പാസ് ചെയ്യുന്നത്, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് H എന്നും വൈയുടെ സ്ഥാനത്ത് K ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ ലോക്കസ് എന്ന് പറയുന്നത് y1ൻ്റെ സ്ഥാനത്ത് yയും x1ൻ്റെ സ്ഥാനത്ത് x ഇട്ട് കൊടുത്താൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ എന്ത്, y² - ky = 2a × x - h. അതിനെ ഇങ്ങനെ എഴുതുന്നു. ദിസ് കർവ് ഈസ് എ പരാബോള ഹാവിങ് വെർട്ടെക്സ് h - k² / 8a, k/2. ലാറ്റസ് റെക്റ്റം 2a ആണ്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ ലാറ്റസ് റെക്റ്റത്തിൻ്റെ പകുതിയാണ്. ഇതിൻ്റെ ലാറ്റസ് റെക്റ്റം എന്തോ 4a ആണ്, അതിൻ്റെ പകുതിയാണ്. ഓക്കെ, അതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ചെയ്ത് നോക്കിയാൽ മതി. ഫൈൻഡ് ദ ലോക്കസ് ഓഫ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ദ കോഡ്സ് ഓഫ് എ പരാബോള വിത്ത് സബ്സ്റ്റൻസ് എ റൈറ്റ് ആംഗിൾ അറ്റ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള. ഷോ ഓൾസോ ദാറ്റ് ദിസ് പരാബോള ഹാസ് ഹാഫ് ദ ലാറ്റസ് റെക്റ്റം ഓഫ് ദ ഒറിജിനൽ പരാബോള. അതായത് നമ്മളൊരു കോഡ് വരച്ചു കഴിഞ്ഞാൽ അവിടുന്ന് 90 ഡിഗ്രി വരുന്ന രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിൻ്റ് ഇതാണ്. അതിൻ്റെ ലോക്കസുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ലാറ്റസ് റെക്റ്റം മറ്റേതിൻ്റെ പകുതിയാണ്. അപ്പോൾ x1 y1 മിഡ് പോയിൻ്റ് ആണ്, 90 ഡിഗ്രി സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ മിഡ് പോയിൻ്റ് വരുന്ന ഇക്വേഷൻ നമ്മൾ മുമ്പേ കണ്ടു. ഇക്വേഷൻ ഓഫ് പെയർ ഓഫ് വെർട്ടെക്സ് 0 0 ആണ് ടു എനി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. നമ്മളിങ്ങനെ അത് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്നു. അത് ചെയ്ത് വരുമ്പോൾ y² × y1² - 2ax1 = 4ax × y1 - 2ax. ഇനി സിൻസ് ദ കോഡ് സബ്ടെൻഡ് എ റൈറ്റ് ആംഗിൾ അറ്റ് ദ വെർട്ടെക്സ്, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ഈസ് എ റൈറ്റ് ആംഗിൾ. അപ്പോൾ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ മുമ്പേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടു, കോഎഫിഷ്യൻ്റ് ഓഫ് x² + കോഎഫിഷ്യൻ്റ് ഓഫ് y² 0 ആണ്. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റുകളുടെ സമ്മുകൾ 0 എന്നും പറഞ്ഞ് എഴുതും. അപ്പം y² = 2a × x - 4. അപ്പോൾ ഇതൊരു പരാബോളയാണ്. വെർട്ടെക്സ് എന്തോ 4a 0യും ലാറ്റസ് റെക്റ്റം 2a ആണ്. ഓക്കെ, ടു ഫൈൻഡ് ദ ലോക്കസ് ഓഫ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് എ സിസ്റ്റം ഓഫ് പാരലൽ കോഡ്സ്. അപ്പോൾ ഇതിൻ്റെ പാരലൽ കോഡ്സിൻ്റെ മിഡ് പോയിൻറ്റുകൾ വരയ്ക്കുന്നു. അപ്പം ഒരു ലൈന് y = mx + c, അതിൻ്റെ മിഡ് പോയിൻ്റ് x1 y1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഓഫ് ദ കോഡ് അറിയാം, y1 - 2ax = y1² - 2ax1 ആണ്. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, അതായത് y = എന്ന് പറഞ്ഞാൽ അതിനെ എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ 2a/y1 ആണ് അതിൻ്റെ സ്ലോപ്പ്.
ഇപ്പോൾ പാരലൽ ആണെങ്കിൽ എല്ലാത്തിൻ്റെയും സ്ലോപ്പ് സെയിം ആണ്. അപ്പം y1 എന്ന് പറയുന്നത് 2a/m. അപ്പോൾ ലോക്കസ് ഓഫ് x1 y1 എന്ന് പറയുന്നത് y = 2a/m ആണ്. Thus the locus of the midpoints of a system of parallel chords of a parabola is a straight line parallel to the axis of parabola. അപ്പോൾ ഈ ലോക്കസ് സ്ട്രെയിറ്റ് ലൈനാണ്, അത് ഈ ആക്സിസിന് പാരലലായിരിക്കും. The chords parallel to axis of parabola are called diameters. Okay. അടുത്തത്, the tangents at the extremity of a diameter of a parabola is parallel to the system of chords it bisect. ഈ മേളിൽ പറഞ്ഞ അതേ ഐഡിയ തന്നെ ഉള്ളൂ കേട്ടോ. y = mx + c. അപ്പം y = 2a/m. അപ്പം y കോർഡിനേറ്റ് 2a/m. അപ്പോൾ നമ്മുടെ y² = 4x സ്ഥാനത്ത് y സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ x = a/m². അപ്പോൾ കോർഡിനേറ്റ് തന്നെ കിട്ടും a/m² 2a/m എന്ന് കിട്ടും. അപ്പം നമ്മുടെ ഇക്വേഷനകത്ത് therefore the equation of the tangent at P is y = mx + a/m. This tangent is parallel since the slope is m. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, പി വി എന്ന് പറയുന്നത് ഒരു ഡയമീറ്റർ ആണ് വിച്ച് ബൈസെക്റ്റ് ക്യു ആറിനെ ബൈസെക്റ്റ് ചെയ്യുന്നു അറ്റ് വി. ക്യു ആറിനെ ബൈസെക്റ്റ് ചെയ്യുന്നു വി. പ്രൂവ് ദാറ്റ് qv² = 4sp × pv. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ മതി, ക്യൂമാറും t1 t2 എന്ന് വിചാരിച്ചു. അപ്പോൾ കോർഡിനേറ്റ് at1² 2at1, at2² 2at2. ബി എന്ന് പറയുന്ന മിഡ് പോയിൻ്റ് ആണ്. മിഡ് പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് ഇതാണ്. അപ്പം qv², ക്യൂവിൻ്റെ കോർഡിനേറ്റ് അറിയാം, വിയുടെ കോർഡിനേറ്റ് അറിയാം. അപ്പോൾ qv² കണ്ടുപിടിച്ചു, കാരണം ഇവിടെ ഒരു qv² ഉണ്ട്. ഇനി എന്താ, പി എന്ന് പറയുന്നത് എന്താ, at² 2at ആണെന്ന് വിചാരിക്കും, പരാബോളയുടെ ഒരു പോയിന്റ് അല്ലേ. അപ്പം നമുക്കിനി പി വിയും എസ് പിയും വേണം. പി വി എന്ന് പറയുന്നത് എന്തുവാ, പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പം y കോർഡിനേറ്റ് എന്ന് പറയുന്നത്, y കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് y കോർഡിനേറ്റ് ഓഫ് വി തന്നെയാണ്. അതായത് 2at എന്ന് പറയുന്നത് ഇതിൻ്റെ y കോർഡിനേറ്റായ a × t1 + t2 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്തോ t = 1/2 × t1 + t2. ഇനി കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതാണ്. അപ്പോൾ പി വിയുടെ ദൂരം ഇങ്ങനെ കിട്ടും. ഇനി എസ് a0 ആണ്, പി at² 2at ആണ്. അപ്പോൾ അത് തമ്മിൽ sp². അപ്പോൾ sp കിട്ടി. അപ്പോൾ അത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 4 × sp × pv ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് the tangents at the extremities of a chord intersect on a diameter which bisect the chord. Also prove TP = PV. അതായത് ഒരു കോഡിൻ്റെ എക്സ്ട്രിമിസിറ്റിയിൽ വരയ്ക്കുന്ന ടാൻജൻ്റ് ഇല്ലേ, രണ്ട് ടാൻജൻറ്റ്, അത് ഇൻ്റർസെക്റ്റ് ചെയ്യുമല്ലോ ഒരു പോയിന്റിൽ. ആ പോയിന്റ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യുന്നത് മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പം ക്യൂ മാറും, രണ്ട് പോയിന്റ്സ് ആണ് t1 t2. പി വി എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്, അതിൻ്റെ സ്ലോപ്പ് പൈ ആണെന്ന് വിചാരിച്ചോ. സ്ലോപ്പ് എന്തായിരിക്കും നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ സ്ലോപ്പ് എന്തോ 0 അല്ലെങ്കിൽ പൈ, ആ രീതി നമുക്ക് പറയാം. ഓക്കെ. പി വി passes through midpoint of QR. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് ഇതാണ്. ഇനി പോയിന്റ് സ്ലോപ്പ് ഫോം വഴി ആ ഇക്വേഷൻ ലൈൻ ഇങ്ങനെ നമുക്ക് y = a × t1 + t2 എന്ന് കിട്ടി. ടാൻജൻസ് t1ലെ t2ലെ ടാൻജൻസിൻ്റെ ഇക്വേഷൻ എഴുതുന്നു, അത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ടിയുടെ പോയിന്റ് ടി ലൈസ് ഓൺ ദ ലൈൻ a × t1 + t2. ഇനി ടി പി = പി വി എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ടി പിയുടെ കണ്ടുപിടിക്കുക, പി വി കണ്ടുപിടിക്കുക, രണ്ട് സെയിം ആണെന്ന് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി പി എന്ന് പറയുന്നത്
പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ലൈൻ പി എന്ന് പറയുന്നത് ഈ ഡയമീറ്ററിൻ്റെയും ഈ പരാബോളയുടെയും ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് എക്സ് കിട്ടി. അങ്ങനെ എക്സും വൈയും കിട്ടി. ആ പിയുടെ കോർഡിനേറ്റ് കിട്ടി, വിയുടെ കോർഡിനേറ്റും കിട്ടി. ഓക്കെ, എന്നിട്ട് ടി പി പി വി കണ്ടുപിടിക്കുക. അപ്പോൾ അത് സെയിം ആണെന്ന് കിട്ടും.